ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് പയറും കായാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്, വെള്ളത്തിയിട്ട് കുതിർത്തിയതാണ്. ഇതൊരു 100 ഗ്രാം പയർ നമ്മളെടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിലാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നമ്മളൊരു ഉപ്പേരിയാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് കുത്തിക്കാച്ചിയത്. പയറും കായും കുത്തിക്കാച്ചിയതെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഇതൊരു കുക്കറിലിട്ട് കൊടുക്കാം. ഇത് കുക്കറിലിട്ട് കൊടുക്കാം. ഇത് വലിയ കുക്കറാണ്. നമ്മുടെ ചെറുത് 2-3 ഉണ്ടായത്, അതൊക്കെ കേടായിട്ടിരിക്കുക, അതൊക്കെ മാറ്റി മേടിക്കണം. ഇനി അപ്പോൾ നമ്മളിത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് അടുപ്പത്ത് വെച്ച് 2 വിസിലടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കായ ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്ന് കാണിക്കാം. നമ്മളിങ്ങനെ 4ആയിട്ട് ഇങ്ങനെ കീറിയെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കായ അരിഞ്ഞെടുക്കാറ് ഉപ്പേരിക്കൊക്കെ. ഇത് ഇങ്ങനെ കൂടെ അരിഞ്ഞെടുത്താൽ മതി. നമുക്ക് ഒന്നിലും വെച്ച് അരിയേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ ഇതുപോലെ അരിഞ്ഞ് കൈ മുറിയൊന്നുമില്ല, ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലത്തെ 2 കുഞ്ഞ് കായങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയർ വെന്തിട്ടുണ്ട്. നമുക്കിനി കായ ചേർത്ത് കൊടുക്കാം. കായ ചേർത്തിട്ട് നമുക്ക് ഒരൊറ്റ അടി അടിച്ചാൽ മതി. പയർ നമ്മൾ വെന്ത് കിടക്കാമെന്നല്ലോ. നമുക്കൊരൊറ്റ അടി അടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. പൊളിച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ മുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ ഞാൻ ചതച്ചെടുത്തതാണ്. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ബാക്കി നമുക്കെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുത്തിക്കാച്ചതെന്ന് പറയുന്നത് നമ്മൾ അമ്മിമേ വെച്ച് ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കും. ചതച്ചെടുത്തിട്ട് മുളകൊക്കെ ചതച്ചെടുക്കും. അതിനാണ് നമ്മൾ ഇത് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് കുത്തിക്കാച്ചെന്ന് പറയുന്നത്. നമുക്ക് ഉള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പോൾ നല്ല മണമാണ് നമ്മളെ ഉപ്പേരിക്ക്. അതാണ് വെളുത്തുള്ളികൾ ചേർക്കണം. അതിന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ് വരുന്നത്. വെളുത്തുള്ളി ഉള്ളിയും കൂടെ അങ്ങനെ മുരിഞ്ഞ് വന്നപ്പോഴേ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്കിനി മുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. അത് 1 സ്പൂണ് ഇട്ടിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകല്ലേ, അത് മതിയാവും. ഇനി മഞ്ഞൾ പൊടി നമുക്കിനി ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മുരിയട്ടെ. കായൊക്കെ വെന്ത് സെറ്റായിട്ടിരിക്കുകയാണ്. കായും പയറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളത് വേവിക്കാൻ വെക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം തന്നെ മതി. ഇതൊന്ന് മിക്സായി കിട്ടാനായിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും വെള്ളം മതി. കൂടുതൽ വെള്ളം ആവാനും പാടില്ല, തീരെ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനും പാടില്ല. നമ്മുടെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഈ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒരു കുത്തിക്കാച്ചിയ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പണ്ടൊക്കെ ഉള്ളവർ കാലത്തൊക്കെ കഞ്ഞി കുടിക്കുന്ന ആൾക്കാരാണല്ലോ. പണിക്ക് പോകുന്നവരൊക്കെ കാലത്ത് കഞ്ഞിയാണ് കുടിക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു ഉപ്പേരിയും കൂട്ടിയാണ് അവർ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണിത്. നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. എന്താ മണമെന്നറിയോ, ഇത് അയലൊക്കത്തൊക്കെ ഇരുന്നാൽ തന്നെ നമുക്ക് ഈ കറിയുടെ ഈ ഉപ്പേരിയുടെ മണം അവിടെ ചെല്ലും. അത്ര ടേസ്റ്റാണ് ഇതിൽ.
അപ്പോൾ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ല. ഞാനിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക്